ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ സലീം, ചൈതന്യ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയിൽ രക്തമോക്ഷത്തിനെ കുറിച്ചാണ്. രക്തമോക്ഷം പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകിച്ച് പറയാൻ കഴിയുന്ന ആൾക്കാർ വളരെ കൂടുതൽ ഒരു ജിജ്ഞാസയോടുകൂടി കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ചികിത്സ അട്ടയെ കൊണ്ടുള്ള ചികിത്സയാണ്. അട്ട ഉപയോഗിച്ചുകൊണ്ട് അഥവാ ലീച്ചിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്തമോക്ഷമാണ്. ലീച്ച് തെറാപ്പിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അതിന് നമ്മുടെ അസുഖം എന്താണെന്ന് നേരത്തെ രോഗനിർണയം ചെയ്തതിന് ശേഷം ആ അസുഖത്തിന് വേണ്ടി കഴിക്കേണ്ട ഒട്ടനവധി മരുന്നുകളുണ്ട്, ആയുർവേദ മരുന്നുകളുണ്ട്. നമ്മള് സ്നേഹപാനം പോലെ നേരത്തെ ഈ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ചെയ്യുന്നത് പോലെ തന്നെ സ്നേഹനം, അതേപോലെ തന്നെ സ്വേദനം, അത് കഴിഞ്ഞ് വിരേചനം, ഇങ്ങനെ ചെയ്യുന്ന അതേ ഒരു ക്രിയ തന്നെയാണ് ഇത് വരുന്നത്. ഇതിനകത്ത് വിരേചനം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മള് നിരൂഹോ വമനം കായ ശിരോരേഖോ അസ്രവിശ്രുതി എന്ന് പറയുന്നു. അതില് അസ്രവിശ്രുതി എന്ന് പറയുന്നതാണ് രക്തമോക്ഷമായിട്ട് വരുന്നത്. ആ ഒരു വിഭാഗത്തിലാണ് നമ്മൾ അവതരണത്തെ കണ്ടുകൊണ്ട് നമ്മൾ ഈ അട്ട ചികിത്സ നടത്തുന്നത്. ചെയ്യുമ്പോൾ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന കുറെ സംശയങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു അട്ട തന്നെയല്ലയോ വിവിധ ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് ഇൻഫെക്ഷസ് ആകാമല്ലോ, ഒരു രോഗം മറ്റൊരു രോഗികൾക്ക് പകർത്താൻ അത് കാരണമാകുമല്ലോ. ഇതൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ ഈ അട്ട എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് പ്രത്യേകമായിട്ട് നമ്മുടെ ആയുർവേദ ആചാര്യൻ പ്രത്യേക ലക്ഷണങ്ങൾ ഈ അട്ടയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ വെളിയിലൊക്കെ കാണുന്ന സാധാരണ ലീച്ചല്ല അത്. ഇതൊരു പ്രത്യേക ലക്ഷണങ്ങൾ പറയുന്ന ഒരു ലീച്ചാണ്. ആ ലീച്ചിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഒരു 7 ദിവസം അതിനെ നമ്മൾ ഇത് പിടിച്ചെടുത്തതിന് ശേഷം ഒരു പ്രത്യേകിച്ച് ഇതൊരു ആറ്റിന്റെയൊക്കെ കരയിലുള്ള ഉണ്ടാകുന്ന ഒരു തരം ലീച്ചാണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഒരു 7 days നമ്മൾ അതിനെ ഫാസ്റ്റിംഗ് ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ യൂസ് ചെയ്തിട്ട് അതേ രോഗിക്ക് തന്നെ ചിലപ്പോൾ 2 or 3 സിറ്റിംഗ് നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കൽ ഇത് ചെയ്തതിന് ശേഷം അടുത്ത ഇതിനെ തന്നെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അതിന്റെ വായിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രമാണോ അവര് ബ്ലഡ് കുടിച്ചിട്ടുള്ളത് അത് അത്രയും ബ്ലഡും അത് ഒമിറ്റ് ചെയ്ത് മാറും. അതിനുശേഷം അടുത്ത ഒരു 7 days വീണ്ടും നമ്മൾ ഫാസ്റ്റിംഗ് ഇട്ടതിന് ശേഷമാണ് വേണ്ടി വന്നാൽ നമ്മൾ ആ രോഗിക്ക് തന്നെ ആ അട്ട യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഇൻഫെക്ഷ്യസ് കേസ് കേട്ട് അതിനകത്ത് വരാൻ സാധ്യതയില്ല. രണ്ടാമത്, കോമൺലി ഒരാളിന് വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെ അതോടുകൂടി തന്നെ അട്ട നമുക്ക് നഷ്ടമാകും. കാരണം 1 or 2 പ്രാവശ്യം നമ്മൾ ഇതിനെ റീയൂസ് ചെയ്താലും അതോടുകൂടി തന്നെ അങ്ങ് മാറും. അതുകൊണ്ട് വീണ്ടും ഫ്രഷ് അട്ടയെ തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വളരെ മാർവലസ് റിലീഫാണ് ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വർഷങ്ങളായിട്ട് നമ്മളെ ചൈതന്യ ഹോസ്പിറ്റലിൽ, എന്റെ ഹോസ്പിറ്റലിൽ ഞാനിത് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ് ഇതിനകത്ത് വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ജലൂകാവചരണത്തെ കുറിച്ച് ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറയാനുള്ളത്. അതിനകത്ത് കൂടുതലായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. അതേപോലെ ഏതൊക്കെ ട്രീറ്റ്മെന്റിനാണ് അസുഖങ്ങൾക്കാണത് ഈ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നമ്മുടെ അഡ്മിറ്റഡ് ട്രീറ്റ്മെന്റ് വേണം.